ഹലോ, എല്ലാവർക്കും ഷൈമാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ 2 ദിവസം അടുപ്പിച്ച് നമ്മുടെ ഹിബിസ്കസിൻ്റെ ഫേസ് വാഷിൻ്റെ വീഡിയോയും അതുപോലെ തന്നെ ഷാമ്പൂവിൻ്റെ വീഡിയോ ഒക്കെ ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം പെരുന്നാളൊക്കെ ആയതുകൊണ്ടാണ് ലോങ് വീഡിയോ ഇടാൻ കുറച്ച് വൈകിയത് കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ ലോങ് വീഡിയോയിലേക്ക് പോയാലോ. എങ്ങനെയാണ് നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ തലമുടിയൊക്കെ നല്ല സ്മൂത്തായിട്ടും സിൽക്കി ആയിട്ടും കിട്ടുന്ന രീതിയിലുള്ള ഒരു ഷാമ്പു എങ്ങനെ തയ്യാറാക്കാമെന്ന്, അതും നാച്ചുറലായിട്ട് നമ്മുടെ ഹിബിസ്കസിൻ്റെ ഫ്ലവർ കൊണ്ട് എങ്ങനെ നമുക്ക് ആ ഷാമ്പു തയ്യാറാക്കാമെന്നൊക്കെ ഒന്ന് നോക്കിയാലോ. നല്ല രീതിയിൽ മൂവിങ് ഉണ്ടായിരുന്നു. നമ്മൾ ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ തന്നെ നമ്മുടെ ഷാമ്പു സെയിലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ ഹിബിസ്കസ് എത്രത്തോളം ഗുണം ചെയ്യും നമ്മുടെ തലമുടിക്ക് എന്നുള്ളത് നമ്മൾ ആരോടും പറയേണ്ട ആവശ്യമില്ല. അത് അനുഭവം കൊണ്ട് അറിഞ്ഞ ഒരുപാട് കസ്റ്റമറാണ് നമ്മുടെ കയ്യിൽ നിന്ന് ഷാമ്പു വാങ്ങി തുടങ്ങിയത്. പെട്ടെന്ന് തന്നെയാണ് ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ തന്നെ നമുക്ക് ഷാമ്പൂവിന് ഓർഡറുകൾ വന്നു തുടങ്ങിയത്. നമുക്ക് ഒരു പാത്രം നിറച്ചും പൂ കിട്ടിയിട്ടുണ്ട്. ആ പൂവിനെ ഒന്ന് വൃത്തിയാക്കി എടുക്കുക, കഴുകി അതിൻ്റെ ഇതളുകളൊക്കെ ഇളക്കിയെടുത്ത് നമുക്ക് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. നന്നായിട്ട് കഴുകിയെടുത്ത് നമ്മളൊരു പാത്രത്തിലേക്ക്, കാരണം ഒരു ദിവസം മാത്രം ആയുസുള്ള ഒരു പൂവാണ് ഹിബിസ്കസ് എന്ന് വെച്ചാൽ രാവിലെ വിരിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വാടി പോകുന്ന ഒരു പൂവാണ്. അപ്പോൾ ഇത് അത്യാവശ്യം റോഡിൻ്റെ സൈഡിലൊക്കെ നിൽക്കുവാണെങ്കിൽ പെട്ടെന്ന് പൊടി കയറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് നമ്മൾ കഴുകിയെടുത്തതിന് ശേഷം ഇതിനെ നമ്മൾ തിളപ്പിക്കാനായിട്ട് വെക്കേണ്ടത്. അപ്പം ഞാനിത് നന്നായിട്ട് കഴുകിയെടുത്ത് ഇനി ഒരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം 1 ലിറ്റർ DM വാട്ടറാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചേക്കുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കലുണ്ട് ഇതിനകത്ത് ചേർക്കുന്ന വാട്ടർ ഏതാ, DM വാട്ടർ എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല എന്നൊക്കെ. ഡിസ്ലറി വാട്ടർ എന്ന് പറയും, DM വാട്ടർ എന്നൊക്കെ പറയും. ഈ ഒരു വാട്ടറിനകത്താണ് ഇതിനെ നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നത്. ഈ ഒരു വാട്ടറിൽ തന്നെ തിളപ്പിച്ചെടുക്കണമെന്ന് പറയുന്ന കാര്യം, നമ്മുടെ ഹിബിസ്കസ് ഷാമ്പൂവിൽ നമ്മൾ പ്രത്യേകിച്ച് പ്രിസർവേറ്റീവ് ഒന്നും ആഡ് ചെയ്യാതാണ് തയ്യാറാക്കി വെക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ചീത്തയായി പോകും നോർമലി ഉള്ള വാട്ടർ വെച്ച് ഉപയോഗിക്കുമ്പോൾ. നോർമൽ വാട്ടർ വെച്ച് ഉപയോഗിച്ചാൽ പിന്നെ അതിൽ നമ്മൾ പ്രിസർവേറ്റീവ് ചേർത്ത് വെച്ചാൽ മാത്രമേ അത് നമുക്ക് ഷെൽഫ് ലൈഫ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ അങ്ങനത്തുള്ള യാതൊരു തരം പ്രിസർവേറ്റീവും ആഡ് ചെയ്യാതെ തയ്യാറാക്കി എടുക്കുന്ന ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഷാമ്പു മാറാൻ വേണ്ടിയിട്ട് മുടി നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടുന്ന മുടിയിൽ ചീർപ്പ് അങ്ങോട്ട് വെക്കുമ്പം തന്നെ മുടി പൊട്ടിപ്പോന്ന് അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈനെസ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒരുപാട് കസ്റ്റമർ അവരവരുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ട്. ഏത് ഷാമ്പു ആണ് നല്ലതെന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മുടിക്ക് സോഫ്റ്റ്നെസ് കിട്ടാൻ ഏത് രീതിയിലുള്ള ഷാമ്പു നമ്മൾ തയ്യാറാക്കണം എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ചാനലിൽ കൂടി നമ്മൾ ഓരോ ദിവസവും നിങ്ങളുടെ മുന്നിലേക്ക് ഓരോ വീഡിയോകളായിട്ട് വരുന്നത്. അപ്പം നമ്മൾ കൊടുക്കുന്ന ഓരോ പ്രോഡക്റ്റിൻ്റെയും റിവ്യൂസ് അതാത് ദിവസം നമ്മൾ സ്റ്റാറ്റസ് വെക്കാറുണ്ട്. നമുക്ക് ഒരു യൂട്യൂബിൻ്റെ തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ ഉണ്ട്. റീസെല്ലർമാർക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പ്രോഡക്റ്റുകൾ നേരിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുന്നവർക്ക് വേണ്ടിയിട്ടും 2 തരത്തിലാണ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് റീസെല്ലർമാരുള്ള ഗ്രൂപ്പും അതുപോലെ തന്നെ റീറ്റെയിലായിട്ട് വാങ്ങുന്ന സ്വന്തം സെൽഫ് ഉപയോഗത്തിനായിട്ട് വാങ്ങുന്ന ആൾക്കാരും ഒക്കെ നമ്മുടെ ഈ ഒരു 2 തരം ഗ്രൂപ്പിലായിട്ട് ഉണ്ട്. അപ്പോൾ നമ്മുടെ ചെമ്പരത്തിപ്പൂ നന്നായിട്ട് തിളച്ച് നമ്മൾ 1 ലിറ്റർ വെള്ളം വെച്ചിട്ടാണ് നമ്മളതിനെ തിളപ്പിച്ചെടുത്തത്. നമുക്ക് ഏകദേശം ഒരു 800 ഗ്രാം എന്ന് വെച്ചാൽ 800 ഗ്രാമിലേക്കാണ് എത്തിയിരിക്കുന്നത്. 1000 ലിറ്ററിലേക്ക് എത്തിയില്ല, 800 ലിറ്ററിലേക്കാണ് വന്നിരിക്കുന്നത്. കണ്ടോ? അപ്പോൾ ആ ഒരു ബീക്കർ നിറച്ച് നമുക്ക് കിട്ടിയിട്ടില്ല. ഈ ഒരു 800 ഗ്രാമോളമാണ് നമുക്കത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് പകുതി ഒരു 500ഓളം ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 500 ഗ്രാമോളം എടുത്ത് വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടു കാണും, വലിയ ബീക്കറിനകത്താണ് എടുത്തിരുന്നത്. അവിടുന്ന് ചെറിയൊരു ബീക്കറിനകത്ത് അളന്ന് നമ്മൾ ഈ ബൗളിലേക്ക് ഒഴിച്ച് ഒരു 500 ഗ്രാം ആണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതേ ക്വാണ്ടിറ്റി തന്നെ നമ്മൾ 500 ഗ്രാം ഷാമ്പൂ ബേസും എടുത്തിട്ടുണ്ട്. സൾഫേറ്റ് പാരബൺ ഫ്രീ ആയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഷാമ്പൂവിൻ്റെ ബേസാണ് നമ്മൾ എടുത്ത് ഇതിലേക്ക് ഒഴിച്ചത്. സെയിം അളവിലാണ് രണ്ടും എടുത്തിരിക്കുന്നത്. ഇനി ഇതിനെ നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു തരി പോലും നമ്മൾ ഒഴിവാക്കരുത്. നമ്മൾ അത്രയും റേറ്റ് കൊടുത്ത് വാങ്ങുന്ന ബേസും കാര്യങ്ങളുമാണ്. അപ്പോൾ അത് നന്നായിട്ട് തുടച്ച് എടുക്കണം. നമ്മളൊരു 500 എന്ന് പറഞ്ഞാൽ ആ 500 ഗ്രാമും ഇതിലേക്ക് തന്നെ നമുക്ക് ഒഴിച്ചിരിക്കണം. അപ്പോൾ ഇത് രണ്ടും കൂടെ തന്നെ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ആ ഒരു കളറ് കണ്ടോ, എന്ത് രസമുള്ള കളറല്ലേ. നമ്മൾ തിളപ്പിച്ചെടുത്തപ്പോൾ ഉള്ള ഒരു കളറും ഷാമ്പൂ ബേസുമായിട്ട് മിക്സ് ആയപ്പോൾ ഉള്ള ഒരു കളറുമായിട്ട് നല്ല ഒരു നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് ഒരു 2 സ്പൂണോളം വെജിറ്റബിൾ ഗ്ലിസറിൻ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ തലമുടിക്ക് ഏറ്റവും നല്ലതാണ് ഗ്ലിസറിൻ. വെജിറ്റബിൾ ഗ്ലിസറിനാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 2 സ്പൂണോളം വെജിറ്റബിൾ ഗ്ലിസറിൻ ഒഴിക്കും.
ഇനി നമുക്ക് ഇതിനെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് അലോവേരയുടെ എക്സ്ട്രാക്റ്റ് ഒരു 200 ഗ്രാം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ചെമ്പരത്തിപ്പൂവിൻ അതിൻ്റെ ലിക്വിഡും അതുപോലെ ഷാമ്പൂ ബേസും ഒക്കെ ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് മിക്സായി വരുമ്പോഴാണ് നമ്മൾ ഈ ഒരു എക്സ്ട്രാക്റ്റ് ഒഴിച്ചത്. ഒരിക്കലും ഫ്രഷ് ജ്യൂസോ ജെല്ലോ അല്ല ഒഴിച്ചത്, എക്സ്ട്രാക്റ്റ് ആണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ കളറിന് വേറൊരു നിറമാണ് വന്നിരിക്കുന്നത് അല്ലേ, ഈ ഷാമ്പൂവിന് വേറൊരു കളറാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു 250 ഗ്രാം കൂടി നമ്മുടെ ഷാമ്പൂ ബേസ് ഒഴിച്ചു കൊടുക്കണം. അത് നമ്മുടെ ഷാമ്പൂ തയ്യാറാക്കുമ്പോൾ നമുക്കുള്ള തിക്നെസ് അനുസരിച്ചാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ഷാമ്പൂവിൻ്റെ ബേസ് ഒഴിക്കേണ്ടത്. ഒന്നിച്ച് ഒരുപാട് 1 ലിറ്റർ തന്നെ വെള്ളം അങ്ങോട്ട് ഒഴിക്കുക, ജ്യൂസ് ഒഴിക്കുക, അതിൻ്റെ കൂടെ 1/2 ലിറ്റർ ഷാമ്പൂ ബേസ് ഒഴിക്കുക, അങ്ങനെ ചെയ്യരുത് ഒരിക്കലും. ആദ്യം നമ്മൾ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലെ ജ്യൂസ് ഐറ്റംസുകൾ ചേർക്കാവുള്ളൂ. അതിനുശേഷം ഷാമ്പൂ ബേസ് ചേർത്ത് അതിൻ്റെ തിക്നെസ് നോക്കിയിട്ട് തിക്നെസ് കുറവാണെന്നുണ്ടെങ്കിൽ മാത്രമേ കുറച്ചുകൂടി നമ്മൾ ഷാമ്പൂ ബേസ് ഒഴിക്കാവുള്ളൂ. ഇപ്പം 750 ഗ്രാം ഷാമ്പൂ ബേസും 700 ഗ്രാം ജ്യൂസ് ഐറ്റംസ് അലോവേരയും ഹിബിസ്കസും എല്ലാം കൂടി കൂടിയിട്ട് 700 വന്നിട്ടുള്ളൂ. ഇപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്രാഗ്രൻസ് ഓയിൽ ഒഴിച്ച്, ഞാൻ ഇതിനകത്ത് ഇപ്പോൾ ഒഴിച്ചത് ജാസ്മിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ്. നമുക്ക് ഇഷ്ടമുള്ള ഫ്രാഗ്രൻസ് ഓയിൽ ഒഴിക്കാം. എന്നിട്ട് ഒരു 6 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിന് ശേഷം നമ്മൾ ഏത് ബോട്ടിലിലേക്കാണോ മാറ്റേണ്ടത് അതേത് ബോട്ടിലിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഇതൊരു 100 ml ബോട്ടിലിലേക്കാണ് നമ്മൾ ഇപ്പോൾ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഏകദേശം ഒരു 1.5 ലിറ്ററോളം നമുക്ക് ഷാമ്പൂ തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഷാമ്പൂ ബേസും അതിൻ്റെ ജ്യൂസും എല്ലാം കൂടി മിക്സ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഒരു 1.5 ലിറ്ററിൻ്റെ അടുത്തേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം അത്യാവശ്യം തിക്നെസ്സും കാര്യങ്ങളും ഒക്കെ വേണ്ടതുകൊണ്ട് കറക്റ്റ് ഒരു 15 ബോട്ടിൽ കിട്ടി എന്നുള്ളത് നമ്മൾ കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കരുത്. കാരണം അതിൻ്റെ തിക്നെസ് അതിനനുസരിച്ചായിരിക്കും നമുക്ക് വേണ്ടത്. നമുക്ക് ഏകദേശം ഒരു 13 ബോട്ടിലിൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ ഷാമ്പൂ തയ്യാറാക്കിയപ്പോൾ? ഇഷ്ടപ്പെട്ടോ? ഇപ്പോൾ ഏകദേശം നമ്മുടെ ഷാമ്പൂ എല്ലാം ബോട്ടിലേക്ക് ഒഴിച്ച് കഴിഞ്ഞ് ഇനി അതെല്ലാം നന്നായിട്ടൊന്ന് അടപ്പുകളിട്ട്, എന്ന് വെച്ചാൽ ഇന്നർ ടോപ്പ് ഇട്ട് അതിൻ്റെ ടോപ്പ് മൂടി ഇതിട്ട് ഇതെല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് എത്ര ബോട്ടിൽ കിട്ടിയെന്ന് നോക്കാം. ഒരു 13 ബോട്ടിലോളമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കറക്റ്റ് 1.5 ലിറ്റർ കൊണ്ട് 15 ബോട്ടിൽ കിട്ടുമെന്ന് ചിന്തിക്കരുത്. കാരണം തിക്നെസ് കൂടുതൽ അത്യാവശ്യം വേണ്ടതാണ്. നമ്മൾ തീരെ വെള്ളം പോലെ ആവരുത് നമ്മുടെ ഷാമ്പു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറന്നു പോകരുത്. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഹയ ഓർഗാനിക്കിൻ്റെ യൂട്യൂബ് ചാനലും കൂടി ഒന്ന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഷാമ്പൂവിൻ്റെ ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും ബേസോ കാര്യങ്ങളോ എന്ത് കിട്ടണമെന്നുണ്ടെങ്കിലും ഞാൻ ഇതിൽ എൻ്റെ ഫോൺ നമ്പർ ആഡ് ചെയ്യുന്നുണ്ട്, അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ വാച്ച് ചെയ്തതിന് എല്ലാവർക്കും വലിയ ബിഗ് താങ്ക്സ്.